ورحمة الله. بسم الله الحمد لله. اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിലെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു തർഹീബി മിൻ മസാഇൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവഗുണങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇയ്യാകും വദ്ദന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക. ഫഇന്ന വദ്ദന്ന അക്ദബുൽ ഹദീസ്, കാരണം ഊഹം എന്നത് നിങ്ങളുടെ സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ കളവാകുന്നു, ഏറ്റവും വലിയ കളവാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ചില ഈ ഒരു ഗ്രന്ഥത്തിൽ ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ബാക്കിയായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി കാണാം. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. വലാ തഹസ്സസു, മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടരുത്. വതബാഗദു, നിങ്ങൾ ദേഷ്യപ്പെടരുത്. വകൂനു ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹോദരന്മാരായി, പരസ്പരം സഹോദരന്മാരായി നിങ്ങൾ കഴിയണം. വലാ തഖ്തുബു റജുല അലാ ഖുതുബതിഹി അഖീഹി ഹത്താ യൻകിഹ ഔ യത്റുക, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത്, പിന്നോക്കം വെക്കുകയും ചെയ്യരുത് എന്നെല്ലാം ഹദീസിൻ്റെ ബാക്കി ഭാഗം കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖ് ഈ ഒരു ഭാഗത്ത് ആദ്യത്തെ ഒരു ചെറിയ ഇയ്യാകും വദ്ദന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക. ഫഇന്ന വദ്ദന്ന അക്ദബുൽ ഹദീസ്, ഊഹം എന്നത് ഏറ്റവും വലിയ കളവാകുന്നു എന്ന ഭാഗം മാത്രമാണ് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഊഹം എന്ന് പറഞ്ഞാൽ? അതുള്ള നിർവചനം, ഹുവ ഇഅ്തിഖാദു റാജിഹിൻ മഅ ഇഹ്തിമാലിൻ നഖീസ് എന്നാണ്. അഥവാ ഒരു സത്യാവസ്ഥയുടെ നേരെ വിപരീത അർത്ഥം വരാൻ സാധ്യതയുള്ള കാര്യം എന്നാണ് അതിന് അർത്ഥം. യഥാർത്ഥത്തിൽ പൊതുവെ ഒരു തെളിവില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ചിന്തകൾക്കാണ് ഇത്തരത്തിൽ ഊഹം എന്ന് പറയാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയ്യാകും വദ്ദന്ന, നിങ്ങൾ എല്ലാ ഊഹത്തെയും സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ ഊഹിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അത് ഉടനെ പറയാൻ പാടില്ല. അതിനെ മനസ്സിൽ സുരക്ഷിതമായി അത് സൂക്ഷിച്ചു വെക്കണം. നിങ്ങളത് ചിന്തിക്കാൻ പാടില്ല എന്നല്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. പല ചിന്തകളും മനസ്സിൽ വരാം, പക്ഷെ അത് പുറത്തു വരുമ്പോൾ അതിനൊരു സൂക്ഷ്മത വേണം. നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തണമെന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. താബിഈയായ സുഫ്യാൻ ഇബ്നു അത്തൗരി റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാം, അൽവന്നു വനാൻ, ഊഹം എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലാണുള്ളത്. അഹദുഹുമാ ഇസ്മുൻ, അതിലൊന്ന് പാപമാണ്. വൽ ആഖറു ലൈസ ബിസ്മി, അതിൽ രണ്ടാമത്തത് പാപമല്ല. ഒന്നാമത്തത് പാപമാകുന്നത് എന്താണ്? അത് പറയുന്നത് കൊണ്ടാണ്. രണ്ടാമത്തത് അത് പാപമാകൂല. അതെന്തുകൊണ്ടാണ്? വഹുവ അൻ യദുന്ന വലാ തതകല്ലം, അത് അയാൾ പുറത്ത് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഊഹം എന്നുള്ളത് അത് പാപമാകാതിരിക്കാൻ അയാൾ അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. പലതും നമ്മുടെ മനസ്സിൽ പല ആളുകളെക്കുറിച്ചും ഇന്ന സംശയങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് അതിലടിസ്ഥാനം. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എത്രയായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിക്കേണ്ടി വരും. ചില ആളുകളെ കുറിച്ച് മോശമായി തന്നെ വിചാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഊഹം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പറയാൻ പറ്റുന്നതുണ്ട്, പറയാൻ പാടില്ലാത്തതുണ്ട്. പറയാൻ പാടില്ല എന്ന് ഇവിടെ പ്രവാചകൻ പറഞ്ഞു. എന്താണ് പറയാൻ പറ്റുന്നതുണ്ട് എന്ന് പറയുന്നതിന് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കതീറൻ മിനൽ, നിങ്ങൾ ഒഴിവാക്കണം എന്ത്? ഊഹത്ത്. കതീറൻ മിനൽ, ഊഹത്തിൽ നിന്ന് പരമാവധി നിങ്ങൾ, കതീറ ധാരാളമായിക്കൊണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. മുഴുവൻ ഒഴിവാക്കണം എന്നല്ല, ധാരാളമായി. അതിൽ ചിലത് അവശേഷിക്കുന്നുണ്ട്. അതെന്താണ്? അത് പറയാൻ പറ്റുന്നതാണ് എന്നാണ്. അത് ഏത് തരത്തിലുള്ളതാണ്? ഉദാഹരണത്തിന് ഒരു തെമ്മാടിയായ മനുഷ്യൻ, അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അതേ മദ്യപിക്കുന്ന സമൂഹത്തിനെല്ലാം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാളത് ആ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നതായി നമ്മൾ കണ്ടു. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, അയാൾ വെള്ളം പിടിക്കാൻ പോയതാണ്, കള്ളു കുടിക്കാൻ വേണ്ടി അവിടെ പോയി തിരിച്ചു വരികയാണെന്ന് മനസ്സിലേക്ക് ചിന്ത വരും. ഇതറിയപ്പെടുന്ന
കാര്യമാണ്, അതൊരു മോശപ്പെട്ട കാര്യമല്ല. അത് നമ്മുടെ മനസ്സിൽ ചിന്തയായാലും മറ്റുള്ള ആളുകളോട് പറഞ്ഞാലും അത് വിരോധമുള്ള കാര്യമല്ല. എന്നാൽ ഇതേ അവസ്ഥയിൽ നമ്മൾ കാണുന്നത് നാട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടാൽ നമ്മൾ അയാളെക്കുറിച്ച് പറയേണ്ടത് മോശമായിട്ടല്ല, അയാൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ർ കൊടുക്കണമെന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും ഊഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി എന്തെങ്കിലും എനിക്കറിയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നെങ്കിലും നിങ്ങൾ ഒരു ഇളവ് അദ്ദേഹത്തിന് നൽകണമെന്നാണ്. എന്നാലും എന്ത് ചെയ്യാൻ പാടില്ല, ഏറ്റവും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഊഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണത്? ധാരാളം പ്രയാസങ്ങൾ അതിൽ നിന്നുണ്ടാകും, ഹൃദയങ്ങൾ അകറ്റപ്പെടും, ആളുകൾ തമ്മിൽ ബന്ധങ്ങൾ മുറിക്കപ്പെടും, ശത്രുതയുണ്ടാകും, അതുപോലെ തന്നെ അസൂയക്ക് കാരണമാകും, ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരസ്പരം മറ്റുള്ള ആളുകളെ കുറിച്ച് ഇന്നതായിരിക്കാം എന്ന് പറയാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളെ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു വാചകം കാണാൻ സാധിക്കും. ലാ യുബലഗന്നി അഹദുൻ മിൻ അസ്ഹാബി അൻ അഹദിൻ ശൈഅ. നിങ്ങൾ മറ്റുള്ള ആളുകളെ കുറിച്ച് എന്നോടൊന്നും പറയാതിരിക്കുക. എന്തൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള അയാൾ ഇങ്ങനെയായിരിക്കാം എന്നോട് പറയാതിരിക്കുക. കാരണം ഞാൻ അവരോട് കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് നല്ല ഹൃദയത്തോടു കൂടി അവരെ നല്ല രൂപത്തിലായിക്കൊണ്ടാണ് ഞാൻ കാണാൻ ആഗ്രഹപ്പെടുന്നതെന്നാണ്. ഒരാൾ ഊഹത്തിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും അയാൾ മോശമായിക്കൊണ്ടാണ് കാണാം. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വല്ലാതെ മറ്റുള്ള ആളുകളെ കുറിച്ച് അവന് ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടാവും. അല്ലാഹു മുസ്തആൻ, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പൊതുവെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാതിരിക്കും, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. നമുക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പോലും അതിനെ പറയാതിരിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരദൂഷണം എന്നല്ലേ പറഞ്ഞത്. ഉള്ള കാര്യമാണെങ്കിൽ അത് പരദൂഷണം, ഇല്ലെങ്കിൽ അത് കളവാകുന്നു. ഇനി അത് നമ്മുടെ ഊഹമാണെങ്കിലും അതുപോലും പറയരുത് എന്നാണ്. അതാ സാഹോദര്യം കാത്തു സൂക്ഷിക്കാനാണ്. കൂനൂ ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, കഅബയെ നിനക്ക് എത്രത്തോളം പവിത്രമുണ്ടോ അതിനേക്കാൾ പവിത്രത മുഅ്മിനായ ഒരു മനുഷ്യനുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു മുഅ്മിന് 3 കാര്യങ്ങളെ തൊട്ട് അവൻ വല്ലാതെ അതിന് പവിത്രതയുണ്ട് എന്നാണ്. ഒന്നാമത്തേത് അവൻ്റെ രക്തത്തിനാണ്, രണ്ടാമത്തേത് സമ്പത്തിനാണ്, മൂന്നാമത്തേത് അവൻ്റെ അഭിമാനത്തിനാണ്. അഥവാ അവനെ ദുർവിചാരം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ കുറിച്ച് മോശമായി കൊണ്ട് ചിന്തിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാ ആളുകളും മറ്റുള്ള ആളുകളെ കുറിച്ച് സൽവിചാരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഈ ഒരു ഹദീസ് കൊണ്ട് ഉദ്ധരിക്കാറുള്ളത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഖൗല് കാണാം. തൻ്റെ വിചാരം കൊണ്ട്, തൻ്റെ ഊഹങ്ങൾ കൊണ്ട് ഗുണം ചെയ്യാത്തൊരുത്തൻ അയാൾ തൻ്റെ ശരീരം കൊണ്ടും ഗുണം ചെയ്യുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഖൗല് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ സംസ്കരിച്ചെടുക്കാൻ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ചിന്തകളെ നിയന്ത്രിക്കുക, നാവിനെ അതിൻ്റെ വഴിയിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല ഹൃദയത്തെ സമ്മാനിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളെ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.